തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നെടുമങ്ങാട് SHO വ്യക്തമാക്കി. KSEBയുടെ വൈദ്യുതി പോസ്റ്റ് നിർമ്മാണത്തിലും കടുത്ത അപാകത. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് നെടുമങ്ങാട് നിന്നും. പ്രശാന്ത്, ആദ്യം ആളുകളുടെ പ്രതികരണത്തിലേക്ക്, അതിനുശേഷം പ്രശാന്തിലേക്ക് എത്താം. വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന, റബ്ബർ കിടക്കുന്ന, ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നുമില്ലായിരുന്നു, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ ഇവനെ ചെന്ന്, കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച്, എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന്, ഏതെങ്കിലും വ്യക്തികളുടെയോ മറ്റോ ഭാഗത്തുനിന്ന് വീഴ്ച ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെക്ഷൻ ആൾട്ടർ ചെയ്ത് ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലൊന്നും വന്നിട്ടില്ല, പരാതിയും വന്നിട്ടില്ല. അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയുമായിട്ടും ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ, സർക്കാർ ഈ അപകടങ്ങളുണ്ടാകുമ്പോൾ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഈ കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ടച്ചിങ്ങിന് വേണ്ടി KSEB ചിലവാക്കുന്നത്. ആ ടച്ചിങ്ങിന് കൂടെ ഇപ്പോഴും അതിനുശേഷം AIO കൂടെ വന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇവിടെ എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5 സെക്കൻഡേ ഉള്ളൂ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് നിന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. മിഥുൻ എന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവം. അതിൻ്റെ ഒരു ഷോക്കിൽ നിന്നും കേരളം വിട്ടുമാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് പ്രശാന്ത്? ഗൗതം സൂചിപ്പിച്ചോളൂ തന്നെയാണ്. കൊല്ലത്തെ മിഥുൻ്റെ മരണത്തിൽ നിന്ന് വിട്ടുമാറുന്നതിന് മുമ്പാണ് അടുത്ത ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്. അതും ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ്, കറണ്ടേറ്റ് ആണ്, വൈദ്യുതാഘാതമേറ്റാണ് ഒരു 19കാരൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 മരണം സംഭവിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് തന്നെയാണ്. വലിയ അനാസ്ഥ KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നതിന് കൃത്യമായ തെളിവുകൾ ഇവിടെ തന്നെ നമുക്ക് കാണാനും കഴിയും. കാരണം പോസ്റ്റിൻ്റെ സ്റ്റേ കമ്പി അടക്കം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇളകി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പൊട്ടി വീണ് പോസ്റ്റ് ഒടിഞ്ഞ് വീടുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഒരു മരക്കഷ്ണം ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് ഒടിഞ്ഞ് വീഴുമ്പോൾ തന്നെ പോസ്റ്റ് രണ്ടായിട്ട് ഒടിഞ്ഞ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അടിഭാഗം ചേർന്ന് തന്നെയാണ് പോസ്റ്റ് ഒടിഞ്ഞ് നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് 19 വയസ്സുകാരനായ അക്ഷയ് എന്ന യുവാവിന് മരണപ്പെടേണ്ട സാഹചര്യമുണ്ടായത്, അവസ്ഥയുണ്ടായത്. ദൃശ്യങ്ങളിലൂടെയെല്ലാം നമുക്ക് കാണാൻ കഴിയാം. പോസ്റ്റിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ നിർമ്മാണത്തിലടക്കം പാകപ്പഴി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ടച്ചിങ് വെട്ടുന്നതിനടക്കം, അതായത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനടക്കം ഒരു അപാകത ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകുകയും ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്കൊക്കെ എത്തിയതൊരു സാഹചര്യവും അത് തന്നെയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഇവിടെ നിന്ന് നമുക്ക് കാണാനും കഴിയും. വലിയ രീതിയിൽ പൊതുജനങ്ങളും ഈ പ്രദേശവാസികളും അടക്കം പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ നിന്ന് മരം ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇത് ഇലക്ട്രിക് ലൈനിനോട് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുന്നതോടുകൂടി പോസ്റ്റ് രണ്ടായിട്ട് ഒടിഞ്ഞു വീഴുകയും ചെയ്തു. അതിനുശേഷം ആണ് ഈ യുവാവ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ഇതുവഴി കടന്നുപോയത്. യുവാവിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി ആണ് ഈ ഇലക്ട്രിക് ലൈനിലേക്ക് തെന്നി വീഴുകയും ചെയ്തു. 3 പേർ ഒരുമിച്ചാണ് ഒരു ബൈക്കിൽ സഞ്ചരിച്ച് എത്തിയപ്പോഴാണ് 2 പേർ ഒരു സമീപ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന 2 പേരാണ് ഇവർ. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ മരം ഒടിഞ്ഞു കിടക്കുകയും അതോടൊപ്പം തന്നെ പോസ്റ്റും ഒടിഞ്ഞു കിടക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുകയും അതിലേക്ക് വാഹനം തട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വൈദ്യുതി ബന്ധം ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്ത് ലൈറ്റുകൾ ഇല്ലായിരുന്നു. അതും
ഈ പോസ്റ്റിൽ ഒടിഞ്ഞു വീണതും വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുന്നതും കാണാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ KSEBയുടെ ഭാഗത്തുനിന്നൊരു വലിയ അനാസ്ഥ ഉണ്ട്. നമുക്കറിയാം ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ വൃക്ഷങ്ങൾ വെട്ടിമാറ്റണമെന്ന് നിയമമുള്ളതാണ്. മാത്രമല്ല ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെ മരങ്ങൾ തടികൾ ഇത് വളർന്നു നിന്ന് കഴിഞ്ഞാൽ മുറിച്ചു മാറ്റണമെന്ന് നിയമം അടക്കമുള്ളതാണ്. ഇതൊക്കെ ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തകരടക്കം ആരോപിക്കുകയും ചെയ്തത്. വലിയ രീതിയിലൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് ചെന്നെത്തിയത്. നമുക്ക് ദൃശ്യങ്ങളുടെ മനസ്സിലാക്കിയല്ല ഈ ഇലക്ട്രിക് ലൈനിന് മുന്നിലേക്ക് വന്ന ഒരു ഉണങ്ങിയ തടിയാണ്. സമാനമായ നിരവധി മരങ്ങളും തടികളും ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേർ യാത്ര വിവരിച്ചതാണ് സ്ഥലമാണ്. കുട്ടികളടക്കം പഠിക്കുവാൻ പോകുന്ന കുട്ടികളടക്കം ഇതുവഴി കടന്നു പോകുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. എത്ര ദുരന്തം സംഭവിച്ചാലും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത അധികൃതർ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇന്നലെയാണ് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ വളരെ വേദനയോടുകൂടി കൊല്ലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടത്. തൊട്ടടുത്ത ദിവസം നേരം പുലരുമ്പോൾ തലസ്ഥാനത്ത് നിന്നും സമാനമായ രീതിയിൽ മറ്റൊരു അപകട വാർത്ത, അതും ഈ KSEBയുടെയൊക്കെ അനാസ്ഥ മൂലം ഉണ്ടാവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് സംഭവ സ്ഥലത്ത് നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.